നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ ഖിയാമത്ത് നാളിൽ കടന്നു വരുന്ന രംഗം പഠിപ്പിച്ചു തരുന്നുണ്ട്. അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരത്തെ കൂട്ടി അറിയിച്ചു തരികയാണ്. അള്ളാഹു അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം തിന്മകളും വൃത്തികേടുകളും ഹറാമുകൾ കൊണ്ട് നിറച്ചൊരു ജീവിതം ജീവിച്ചൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ മരിക്കാനായ സന്ദർഭത്തിൽ ഹക്ക് മനസ്സിലാക്കി തൗഹീദ് മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെട്ടൊരു വ്യക്തി. പക്ഷെ അവൻ ആ ചൊല്ലിയതിനു ശേഷം അധികകാലം ജീവിക്കാൻ സാധിച്ചിട്ടില്ല, ഒരുപാട് നന്മകളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വ്യക്തിയെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏടുകൾ ഇവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ഇവൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവന്റെ മുന്നിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏടുകൾ, ആ ഏടുകളിൽ മുഴുവനും തിന്മകളാണ്. മുഴുവനും ഈ തിന്മകളുടെ ആധിക്യം കണ്ടിട്ട് ഇവന്റെ സ്വന്തം മറന്നുപോകും. ഇവനാകെ വെപ്രാളപ്പെട്ട് ബേജാറപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയോട് ചോദിക്കും, നീ ഇതിന് പകരമായി എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? ഈ തിന്മകൾ മീസാനിൽ തൂക്കുമ്പോൾ അതിന് മറുഭാഗത്ത് വെക്കാൻ നിനക്ക് എന്തെങ്കിലും നന്മകളുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് ചോദിക്കും. അപ്പൊ അടിമ ആ പ്രയാസത്തിൽ, ബേജാറിൽ, വിഷമത്തിൽ, പേടിയിൽ ഒന്നും അവന് ഓർമ്മ വരില്ല. വീണ്ടും വീണ്ടും അല്ലാഹു അവനോട് ചോദിക്കും. അവൻ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല റബ്ബേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അങ്ങോട്ട് പറയും, നിനക്കൊരു നന്മയുണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞ അവസാന കാലത്ത് ഇവൻ ചൊല്ലിയ മരിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഭാഗം അത് മീസാനിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ വേണ്ടി വെക്കപ്പെടും. അത് വെക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെടും. ഈ ചെറിയൊരു ഭാഗം, ഒരു കാതിന്റെ അത്രയും വലിപ്പമുള്ള ഭാഗം. എന്നിട്ട് ഇത് മീസാന്റെ നന്മയുടെ ഭാഗത്തും ഇവൻ ചെയ്ത ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തിന്മകൾ മീസാന്റെ മറുഭാഗത്തും വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് താണിരിക്കും. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും ഒന്നാമത്തെ കാര്യം, നമ്മുടെ തെറ്റുകൾ തൗഹീദ് കൊണ്ട് പൊറുപ്പിക്കപ്പെടുന്നത് പോലെ വേറൊരു കാര്യം കൊണ്ടും നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയില്ല. ഒരാളുടെ തൗഹീദ് കുറ്റമറ്റതാകുന്നത് കൊണ്ട് അയാളുടെ തിന്മകൾ പൊറുപ്പിക്കപ്പെടുന്ന അത്രയും തിന്മകൾ ദുനിയാവിൽ ഒരാൾക്കും പൊറുപ്പിക്കപ്പെടുകയില്ല. ഏറ്റവും അധികം നമ്മുടെ തിന്മകൾ പൊറുപ്പിക്കപ്പെടാൻ ഏറ്റവും ഒന്നാമത്തെ ഏറ്റവും വലിയ കാരണം തൗഹീദാണ്.